നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാട്ടുതുളസിയോട് വളരെയധികം സാമ്യമുള്ള ഒരു സസ്യത്തെയാണ്. തൃത്താവ് അഥവാ കാട്ടുതൃത്താവ്. പാഴ്സ്ഥലങ്ങളിലും ഇലപൊഴിയും വനങ്ങളിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണിത്. ലാമിയേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഓസിമം അമേരിക്കാനം എന്നാണ്. ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക, ചൈന എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം. കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിലും ഇത് ധാരാളമായി വളർന്നു വരുന്നു. ഈർപ്പമുള്ള മണ്ണാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യം. 60 സെൻറ്റിമീറ്ററോളം വളരുന്ന ഒരു സസ്യമാണിത്. കാട്ടുതുളസിയോട് സാമ്യമുണ്ടെങ്കിലും അതിൻ്റെ അത്ര സുഗന്ധം ഇതിനില്ല. ഇതിൻ്റെ കാണ്ഡം ചതുഷ്കോണാകൃതിയാണുള്ളത്. ഇതിൻ്റെ ഇലകൾ സമുഖമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുഷ്പം വളരെ ചെറുതാണ്. മഞ്ഞ നിറത്തിൽ പർവ്വസന്ധികളിൽ ഇടതിങ്ങിയാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ കതിര് എല്ലാ തുളസികളുടെ കതിരുമായി സാമ്യമുണ്ട്. കാട്ടുതുളസിയുടെ അത്ര സുഗന്ധമില്ലെങ്കിലും ഔഷധ ഗുണത്തിൻ്റെ കാര്യത്തിൽ തൃത്താവ് എന്നും മുന്നിലാണ്. വിത്തും ഇലയുമാണ് ഇതിൻ്റെ ഔഷധ ഗുണമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഇല ഞെരടിയാൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള ഗന്ധമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇല കൊതുകിനെ അകറ്റുവാൻ വേണ്ടി പുകച്ചു വരാറുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന എണ്ണയ്ക്ക് ശക്തമായിട്ടുള്ള കൃമിനാശന ശക്തിയുമുണ്ട്. അതുപോലെ തന്നെ പനി, ചുമ, ബ്രോങ്കൈറ്റിസ്, പ്രമേഹം എന്നീ അസുഖങ്ങൾക്കും കൂടുതലായി വിശപ്പില്ലായ്മയ്ക്കുമാണ് ഈ തൃത്താവ് കൂടുതലായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നത്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ കാട്ടുതൃത്താവ് അത് ഈ തൃത്താവിൻ്റെയും അതുപോലെ മറ്റ് പല ഒരു ഔഷധ പ്രയോഗത്തിൽ ഒരു ഗണങ്ങളെന്ന് പറയും. ഈ ബൊട്ടാനിക്കലല്ലാത്ത ഈ ഗണങ്ങൾ തിരിക്കുമ്പോൾ ഔഷധ പ്രയോഗത്തിലൊരു ഗണങ്ങൾ. അപ്പോൾ അത് ഈ തൃത്താവ്, തുളസി, പൂവാങ്കുറുന്തൽ അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ ഗണനയിലാണ് ഇത് വരിക. ഇതിൻ്റെ പ്രധാന ഉപയോഗം കാട്ടുതൃത്താവ് ഇത് ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്ത് ഈ പെൺകുട്ടികളുടെ തലയിൽ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈരും പേനും നന്നായിട്ട് മാറും. കാരണം മുടിക്ക് നല്ലതുമാണ്. പിന്നെ ഇതിട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ ദിവസേന മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ സ്കിന്നിന് നല്ല മാർദ്ദവം ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളെ തേപ്പിക്കാൻ പറ്റിയ എണ്ണയാണ് ഈ തൃത്താവ് ഇട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ. തലയിലും തേപ്പിക്കാം. പിന്നെ ഈ വളം കടിക്കുക, ഈ തൃത്താവ് കഷായം വയ്ക്കുക. ആ കഷായത്തിൽ ഈ കാലിൽ തന്നെ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വിരലിൻ്റെ ഇടയിലുള്ള വിരൽ ചീയൽ അല്ലെങ്കിൽ വെള്ളം കടി എന്നൊക്കെ പറയും. ഈ ഫംഗസാണ്, അതിന് വളരെ നല്ലതാണ്.